നല്ല രീതിയിൽ കുട ഇറക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ വ്യൂ പോയിന്റ് ആണ് ചെയ്തത്. അമ്പനാട് ടീ ആണ് കേട്ടോ, അമ്പനാട് ചായ. അപ്പൊ നമ്മളിത് അമ്പനാട് എത്തിയിരിക്കുകയാണ്, അമ്പനാട് എസ്റ്റേറ്റ് വന്നിരിക്കുകയാണ്. അമ്പനാട് വന്നപ്പോഴത്തേ നമുക്ക് നമ്മുടെ പുറയിലായിട്ട് മയിലുണ്ട് കേട്ടോ. ആ മയിലിനെ ഒന്ന് കാണിച്ചു തരാം അല്ലേ. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്നതിന് ശേഷം കാണുന്നത് മയിലിനെയാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു കാഴ്ചയാണ്. അപ്പൊ ഞങ്ങൾക്കൊരു ചേട്ടനെ, ഒരു സുഹൃത്തൊരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താം. പേരെന്താ? പേരെന്ന് പറഞ്ഞേ? ഉമരേഷൻ. ഉമരേഷൻ. ഇവിടെ നമ്മുടെ അമ്പനാട് എസ്റ്റേറ്റ് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് വഴികളൊക്കെ എങ്ങോട്ട് പോകണം, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഇതുപോലെ കാണാൻ വരികയാണെങ്കിൽ ഇതുപോലൊക്കെയുള്ള നല്ല നല്ല ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം അല്ലേ? ചോദിക്കാം, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അപ്പൊ നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ. ഇവിടെ ഒരു ചെറിയ ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. ക്ഷേത്രം ഒന്ന് കാണിച്ചു തരാം. തമിഴാണ് എഴുതി വെച്ചേക്കുന്നത്, എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കടയുണ്ട്, എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കാൻ പറ്റിയൊരു കട. ഇവിടെ വന്നു കഴിഞ്ഞത് കണ്ടോ, ഇവിടെ ഒരു ടീ ഫാക്ടറി വ്യൂ പോയിന്റ് എന്നൊരു ബോർഡ് ഇരിപ്പുണ്ട്. ഈ ബോർഡിനകത്തോടാണ് നമ്മൾ നേരെ അകത്തോട്ട് കയറി പോകേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. വ്യൂ എന്താണെന്നുള്ള കാര്യം നമുക്ക് അകത്തോട്ട് കയറിയതിന് ശേഷം കാണാം. നമ്മൾ അമ്പനാട് വ്യൂ പോയിന്റ് കാണാൻ വന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നല്ല മഴ, ഇവിടെ വന്ന് ഇറങ്ങിയ സമയത്ത് കേട്ടോ നല്ല മഴയാണ്. പക്ഷെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. പക്ഷെ മഴ ആയത് കാരണം നമ്മുടെ രാഹുൽജിയും ദീപും ഒക്കെ ഇറങ്ങി നിൽപ്പുണ്ട്. രാഹുൽജി ഹായ് പറഞ്ഞേ. ദീപു ഒരു ഹായ് പറഞ്ഞേ. എങ്ങനെയുണ്ട്? ഇവിടെ ഭയങ്കര വെയിലാണ്. നമുക്ക് അമ്പനാടിന്റെ ഒരു ക്ലൈമറ്റ് കാണുന്നത് കണ്ടു നോക്കാം. ഇതുകൊണ്ടോ ഫുള്ള് കോട ഇറങ്ങി നിൽക്കുകയാണ്. ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആൾക്കാരൊക്കെ എൻ്റെ മണ്ടയ്ക്ക് നിൽപ്പുണ്ട്, പിള്ളേരൊക്കെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മണ്ടയ്ക്കൊണ്ടൊന്ന് കയറിയാലോ. അമ്പനാടിന്റെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി രാഹുൽജി, അമ്പനാടിന്റെ വ്യൂ പോയിന്റ് എങ്ങനെയുണ്ട്? ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? ഭയങ്കര ചൂട്, ഭയങ്കര ചൂട്, ഭയങ്കര കോട കേട്ടോ. ആ, നമ്മൾ അമ്പനാടിന്റെ വ്യൂ പോയിന്റ്, അതിനിവിടെ ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട്. അപ്പോൾ അതിലൊരു വ്യൂ പോയിന്റിന്റെ മണ്ടയ്ക്കോട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വ്യൂ പോയിന്റിന്റെ അടുത്തത് ഇവിടെ ഒരു അപ്പുറത്തോട്ട് വേറൊരു വലിയ പാറയുണ്ട് കേട്ടോ. ആ പാറയുടെ മണ്ടയ്ക്ക് കുറേ ആൾക്കാർ വന്ന് ഇപ്പോൾ നമുക്ക് അവരെ കണ്ടു നോക്കാം. അവിടെ കയറാൻ പറ്റും, പക്ഷെ നല്ല ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഡേഞ്ചറാണ്, അതുകൊണ്ട് നമ്മളങ്ങോട്ട് പോകുന്നില്ല. കുറച്ച് ഡേഞ്ചർ ഏരിയ ആണ്. കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ഏരിയ ആണ്. അപ്പോഴേ എൻ്റെ കൂടെ വന്ന രണ്ടെണ്ണം ദൈവം അങ്ങ് മലയുടെ മണ്ട കയറിയിട്ടുണ്ട്. ഞാൻ മുകളിൽ നിന്ന് കാണിച്ച മലയാണത്. അവിടെ ഇതിൻ്റെ താഴെക്കൂടെ ഈ താഴ്ചക്കൂടെ വേണം ഇറങ്ങിപ്പോകാൻ. ഞാൻ അവരെ ഒന്ന് ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം. ഒന്ന് ദീപു ഒന്ന് കൈവൊക്കേ, ഒന്ന് കൈവൊക്കേ. രാഹുൽജി കൈവൊക്കേ. ദീപു നല്ല കോടയാണ്, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കൈവൊക്കെ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ. ഇത് കണ്ടോ, ഈ വഴി കൂടെ വേണം അങ്ങോട്ട് നടന്നു പോകാനേ. ഈ വഴിയൊക്കെ കണ്ടോ, വഴി കണ്ടാൽ തന്നെ നമുക്ക് പേടി വരും. അതുപോലത്തെ വഴി, അതുപോലെ തന്നെ നല്ലപോലെ സ്ലിപ്പാകാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്തൊരു ഗുഹ പോലെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ഡേഞ്ചറാണെന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്. നമ്മൾ ആ ഏരിയയിലോട്ട് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ കൂടെ നടക്കുന്നത് അപ്പം സൂക്ഷിച്ചു വേണം, കാരണം പായലൊക്കെ പിടിച്ചിരിപ്പുണ്ട്. ദീപു കോടാമഞ്ഞിൻ അമ്പനാടിൻ്റെ ടീ എസ്റ്റേറ്റിനകത്തോടെ നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വെള്ളം ഒഴുകുന്നൊരു സ്ഥലമുണ്ട്. ഞാനതൊന്ന് വേണമെന്ന് കാണിച്ചു തരാം. അവിടെ ഇതുപോലെ ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തി ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളാണ്ട് ഈ അമ്പനാട് എസ്റ്റേറ്റിൽ വന്നപ്പോഴേ ഇവിടെ എനിക്ക് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ടീ ഒക്കെ. കാരണം ബാക്കിയുള്ള സ്ഥലമൊക്കെ ഇതുണ്ട്, ഇതെല്ലാം ടീ ആണ്. പക്ഷേ ഇവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. ടീ എല്ലാം വെട്ടാതെ
അതിൻ്റെ ഇടയ്ക്കുള്ള ഈ മരങ്ങളും പുല്ലുകളൊക്കെ പിടിച്ച് കാട് പിടിച്ച് കിടക്കുകയാണ്. കാരണം ഞാനിവിടെ തിരക്കിയപ്പോൾ പറഞ്ഞത് ഇവിടെ തൊഴിലാളികളില്ല എന്നുള്ളതാണ്. അപ്പോൾ പണ്ടത്തെ പോലെ തൊഴിലാളികൾ ഇപ്പോൾ ഇവിടെ ഇല്ല, ജോലി ചെയ്യാൻ ആൾക്കാരില്ല. ഒന്നാമത്തെ കാര്യം മലയാളികളില്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ കുറവാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്നവരൊക്കെ പോയവരൊക്കെ തിരിച്ച് വന്നിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് വർഷങ്ങൾ കൊണ്ട് ഇപ്പോൾ തൊഴിലാളികളില്ലാത്ത കാരണം ഈ തീകളൊന്നും കൃത്യമായിട്ട് പരിപാലിക്കാതെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതിനിടയ്ക്കെല്ലാം വലിയ മരങ്ങളൊക്കെ, തീയുടെ ഇടയ്ക്കാണ് ഈ വലിയ മരങ്ങളും ഈ പറയുന്ന എന്താ പറയുക പുല്ലുകളും ഒക്കെ പിടിച്ച് നശിച്ച ഒരു ലെവലിലേക്ക് കിടക്കുകയാണ്. പക്ഷേ എന്നാലും ഇവിടുത്തെ നല്ല ക്ലൈമറ്റുള്ള ടൈമാണ്. ഇപ്പോൾ ഈ ഒരു മാർച്ച് ഏപ്രിൽ മെയ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊണ്ട് ജൂൺ ജൂലൈ മുതൽ ഏതാണ്ട് ഇനി അടുത്ത ഡിസംബർ വരെ നല്ല ക്ലൈമറ്റുള്ള ഒരു ഏരിയ ആണെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞത്. നമ്മുടെ പുറയിലൊരു ഇതുണ്ട് കേട്ടോ, ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്, വെള്ളം വരുന്ന സ്ഥലമുണ്ട്. അതൊന്ന് കാണുമോ? തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. അത്യാവശ്യം വേണ്ട കൊച്ചു പിള്ളേർക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കൊച്ചു പിള്ളേർക്കൊക്കെ കുളിക്കാനും ഒക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് സൗകര്യമുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ചെയ്യാൻ നമുക്ക് കുഴപ്പമില്ല. വെള്ളം നല്ല വെള്ളമാണ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ അമ്പനാട് എസ്റ്റേറ്റിൻ്റെ വാതിക്കൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു അവരെ തേയില ടീ അല്ലേ, തേയില ഒന്ന് ഇവിടുന്ന് കിട്ടുമെന്ന് പറഞ്ഞു. നമുക്കൊന്ന് വാങ്ങിച്ചു നോക്കാം. വാങ്ങിച്ചു നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ഞാൻ വീഡിയോക്കകത്തൂടെ തന്നെ പറയുന്നതായിരിക്കും കേട്ടോ. നമുക്കൊന്ന് വാങ്ങിക്കാമേ. അപ്പോൾ ഇതാണ് നമുക്ക് തേയില വാങ്ങിക്കാൻ പറ്റുന്ന ഇവിടുത്തെ ഔട്ട്ലെറ്റ് ആണ് കേട്ടോ. എത്ര രൂപ ഇതിന്? 125. എത്ര ഗ്രാം ഉണ്ട്? 250 ആണ് കേട്ടോ, 250 ഗ്രാമാണ്. അമ്പനാട് ടീ ആണ് കേട്ടോ, അമ്പനാട് ടീ. അമ്പനാട് ടീ ആണ്. അപ്പോൾ 250 ഗ്രാമിന് 125 രൂപയുള്ളൂ കേട്ടോ. നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാം. അപ്പോൾ നമ്മളത് കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ പ്ലാന്റേഷനകത്തോട്ട് കയറി കഴിഞ്ഞാൽ, പ്ലാന്റേഷനകത്ത് കയറി നമ്മളിവിടെ ഒരു കുളമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും കയറി വന്നതിന് ശേഷം നമ്മളിവിടെ ഫാക്ടറിക്കകത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു കുളമുണ്ട്. ഇതാണ് ഫാക്ടറി, ഈ കാണുന്നതാണ് ഫാക്ടറി. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഇറങ്ങി വരാം. ഇറങ്ങി വരുമ്പോൾ ഇവിടെ മയിൽ കരയുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വെള്ളം ഇതുണ്ട്, ഇത് നിറയുന്നതനുസരിച്ച് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഇതുണ്ട്, വെള്ളം ഒഴുകി കക്കൂസായിട്ട് പണ്ട് ഉപയോഗിച്ചതായിരിക്കാം, പക്ഷേ ഷേപ്പ് കണ്ടിട്ട് കക്കൂസായിട്ട് ഉപയോഗിച്ച പോലെ തോന്നുന്നുണ്ട്. പക്ഷേ വെള്ളം ഒഴുകി ഇതുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട് വെള്ളം ഒഴുകി. ഇതുണ്ട്, ആ വെള്ളം ഒഴുകി ഇപ്പുറത്തോട്ട് വരുന്നു, പൊക്കോണ്ടിരിക്കുകയാണ്. ഓയിക്കൂടെ വന്ന് വെള്ളം ഒഴുകി. ഇത് ഞങ്ങളുടെ രാഹുൽജി കണ്ട എങ്ങനെയാണ് ഓപ്പൺ കക്കൂസിലിരുന്ന് എങ്ങനെയാണെന്ന് ഇരുന്ന് പണ്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് പൊക്കോണ്ടിരുന്നതെന്ന് ഒന്ന് കാണിച്ചു കൊടുത്തേ രാഹുൽജി. അമ്പനാടിൻ്റെ പ്രകൃതി ഭംഗി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. തേയിലയുണ്ട്, ജാതിയുണ്ട്, അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു, നമ്മൾ മൂന്നാറൊക്കെ പോകുന്ന പോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ അമ്പനാടും. ഒരു മയിലിരിപ്പുണ്ട് കേട്ടോ, ഈ തേയിലക്കകത്തൊരു മയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിനെ നമുക്കൊന്ന് കാണാം. അതിൻ്റെ തല കാണാം. അതെ ചാടിക്കേറിയിരിക്കുകയാണ്. അമ്പനാട് വന്നതിനൊക്കെ നമ്മളിപ്പോൾ മൂന്നാമത്തെ മൈലിനെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അമ്പനാട് എസ്റ്റേറ്റിൽ വരുന്നവർക്ക് ഇവിടെ ഫോട്ടോഷൂട്ട് ഏരിയ എന്ന് പറഞ്ഞൊരു ഏരിയ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിർത്തുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാം. ഇവിടെ കുറേ ആൾക്കാർ വരുന്നവരൊക്കെ ബൈക്കിൽ വരുന്നവരും ഇവിടെ നിർത്താറുണ്ട്. ഇവിടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കും കുറച്ച് ഫോട്ടോ എടുത്താലോ. അപ്പോൾ നമ്മളിവിടെ പ്ലാന്റേഷനകത്ത് തന്നെ കയറി വന്നിരിക്കുന്നത്. ഇവിടെ ഓരോരോ വ്യൂ പോയിന്റുകളുണ്ട്, ഓരോരുത്തർക്കും ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഇതുപോലുള്ള നല്ല മനോഹരമായ വ്യൂ പോയിന്റുകളൊക്കെ കാണാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റാണ്, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ഹാരിസൻ്റെ അടുത്ത ഒരു വ്യൂ പോയിന്റ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ആ താഴെ കാണുന്നതൊക്കെ അവർ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഈ ടീയുടെ ഇടയ്ക്ക് തന്നെ പൈനാപ്പിളും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. എന്തായാലും വളരെ മനോഹരമായ വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട്. അമ്പനാടിൻ്റെ പ്രകൃതി ഭംഗി കണ്ടോ,
കൊല്ലം ജില്ലയിലെ അമ്പനാട്. ഈ കാണുന്നതെല്ലാം അവരുടെ ടീ പ്ലാന്റേഷനാണ്. ഇവിടെയൊക്കെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. നമുക്കൊരു ദൂരെ ജോലി ചെയ്യുന്നൊരു ആൾക്കാരെ ഒന്ന് കാണിച്ചു തരാം. അത് സ്വന്തം ചെയ്തിട്ട് ഇതുണ്ട്. ഇവരൊക്കെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാട്ടോ. അവർ ജോലിക്കിടയിലൊക്കെ അവർ ഫുഡ് കഴിക്കാനും അവർക്ക് റെസ്റ്റ് എടുക്കുന്നതായിരിക്കാം. നല്ല ഭംഗിയേറിയൊരു സ്ഥലമാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് ഇവിടെ അമ്പനാട് എസ്റ്റേറ്റിനകത്തോട്ട് കയറി നമ്മളിങ്ങനെ വ്യൂ പോയിന്റിലേക്ക് എടുത്ത് വരികയാണെങ്കിൽ ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ചെറിയൊരു ഓഫീസ് പോലെ ഉണ്ട് കേട്ടോ. വർക്കിംഗ് അല്ല, പക്ഷേ ഇവിടെ ഇതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല കാറ്റുള്ള ഏരിയയാണ്. കാറ്റ് ഭയങ്കര വ്യൂ ഉള്ളൊരു ഏരിയ കേട്ടോ. നല്ല വ്യൂ ആണ്. അതുപോലെ തന്നെ നല്ല കാറ്റുള്ളൊരു ഏരിയയാണ് കണ്ടോ. നല്ല സൂപ്പർ വ്യൂ ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കൊന്ന് കയറിയാലോ. നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്റ്റെയർ ഉണ്ട്. അതിൻ്റെ മണ്ടയ്ക്കൊന്ന് കയറി നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇത് അടിപൊളി വ്യൂ ആണ്. നല്ല സൂപ്പർ വ്യൂ കേട്ടോ. നല്ല രസമുണ്ട് നോക്കിയാൽ. ഇതിൻ്റെ മണ്ടയ്ക്ക് വന്ന് കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. കണ്ടോ കണ്ടു നോക്കിയാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അടിപൊളി വ്യൂ ആണ്. ആ കാണുന്നതെല്ലാം പൈനാപ്പിള്. അപ്പോൾ അമ്പനാട് എസ്റ്റേറ്റ് കാണാൻ പോകുന്ന വഴി ആൾക്കാർക്കൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചു വരുമ്പോഴൊക്കെ ചായ കുടിക്കാൻ പറ്റും നല്ലൊരു പ്ലേസ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ചായയാണ് ഇവിടുത്തെ. ഇതിന് പശുവിൻ്റെ പാലിട്ട് വെക്കുന്ന ചായയാന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ചെറിയ കടികളും ഐറ്റംസൊക്കെ ഉണ്ട്. കേക്ക്, ഒറ്റ കേക്ക്, എല്ലാം ഉള്ള കേക്കുകൾ, അങ്ങനെ സ്നാക്സ് പറ്റിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുഞ്ഞൊരു കടയാണ്. ഒരു ചേച്ചി ഒരമ്മയും കട നടത്തുന്ന കടയാണ്. എപ്പോൾ വന്നാലും ഇവിടെ ആൾക്കാർ കാണും. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും കയറി ചായ കുടിച്ചു. അപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോഴും കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കും. അതുകൊണ്ട് ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള കട കേട്ടോ. ചെറിയൊരു പാലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പാലത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കടയാണ്. ഇപ്പോഴേ തികച്ചും വ്യത്യസ്തമായൊരു കാര്യം കാണിച്ചു തരാം എല്ലാവരും. ഇത് കണ്ടോ, ഇത് നമ്മുടെ തെന്മല ഡാമിനോട് ചേർന്ന് നടക്കുന്ന വലിയൊരു എന്താ പറയുക, വലിയൊരു പുഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇതിപ്പോൾ ഇവർ ഷട്ടറിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നത് കാരണം ഇവർ എന്താ പറയുക, വെള്ളം പിന്നെ വിടാതെ ഷട്ടർ അടച്ചിട്ടിരിക്കുക. 2 ഷട്ടറുണ്ട്. അതിനകത്ത് ഒരു ഷട്ടർ കംപ്ലൈൻ്റ് ആയത് കാരണം ഇതിനകത്ത് വെള്ളം വറ്റിച്ചിട്ടിട്ട് അവർ ഷട്ടറിൻ്റെ മെയിൻ്റനൻസ് നടക്കുക. അപ്പോൾ അതുകൊണ്ട് കണ്ട് ഇതൊക്കെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത സാധനങ്ങളാണ്. ഇതൊക്കെ ഈ വലിയ വലിയ പാറകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മലയിൽ നിന്നൊക്കെ ഇടിഞ്ഞ് സൈഡിൽ നിന്നൊക്കെ ഇടിഞ്ഞ് വന്ന് അവിടെ ബ്ലോക്കായിട്ടിരിക്കുന്ന മലകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ എന്താ പറയുക വലിയ പാറകൾ. അപ്പോൾ ഈ പാറകളൊക്കെ ഇത് കണ്ട് ഇതെല്ലാം ഇവിടെ വന്ന് ഇങ്ങനെ ബ്ലോക്കായിട്ടിരിക്കുകയാണ്. തട്ടിയിരിക്കുന്നുണ്ട്. ഇതിനകത്തൊക്കെ പിള്ളേരൊക്കെ ഇതിലേക്കൂടെയൊക്കെ വരുന്നുണ്ട്. ഇത് കാണാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വലിയൊരു സ്ഥലമാണിത്. നമുക്കിങ്ങനെ ഒരു കാണാനൊരു അവസരം കിട്ടിയത് വേറൊന്നുമല്ല, നമ്മൾ അപൂർവമായിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യം കേട്ടോ. എല്ലാവർക്കും അങ്ങനെ എപ്പോഴും കാണാൻ പറ്റുന്നൊരു കാര്യമല്ല. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്.